നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തകർക്കപ്പെടാനാവാത്ത സ്നേഹ സൗഹൃദങ്ങളും മതസൗഹാർദ്ദവും ജീവകാരുണ്യവും കൈകോർത്ത് ഇഫ്താർ സംഗമം. മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും വനിതാ വിഭാഗവും സംയുക്തമായി MES സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. തകർക്കപ്പെടാനാവാത്ത സ്നേഹ സൗഹൃദത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനവും കൈകോർത്തുകൊണ്ടാണ് ഈ കൊല്ലത്തെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായത്. സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും സമൂഹത്തിൽ ശക്തമായി കാലത്തിനൊത്ത് ഇടപെടലും സഹായവും പ്രോത്സാഹനവും അനിവാര്യമാണെന്നും ഇതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച സൗഹൃദ വിരുന്നിൽ ആഹ്വാനം ചെയ്തു. മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ ചെയർമാൻ ഷാഫി ഹാജി കൈനിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അൻവർ സാദിഖ് കളിയത്ത് സ്വാഗതവും ഇഫ്താർ സംഗമം ഫാദർ ജോസഫ് മണ്ണാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. റംസാൻ സന്ദേശം സജ്ജാദ് ബിൻ അബ്ദുറസാഖ് നിർവഹിച്ചു. CI MK രമേശ്, ഡോക്ടർ മഞ്ജുഷ R വർമ്മ, RTO PA നസീർ, സിസ്റ്റർ ആഗ്നസ് ജോസഫ്, മുസ്തഫ താണിക്കാട്ട്, ലത്തീഫ് അദിയത്തിൽ, ഫൈസൽ ബാബു എരണിക്കൽ, KK റസാഖ് ഹാജി, മനോജ് ജോസ്, OP റഷീദ്, ഫൈസൽ അദിയത്തിൽ, സുബ്ഹാൻ സക്സസ് എന്നിവർ പ്രസംഗിച്ചു. സലാം പി ലിലീസ് നന്ദി പറഞ്ഞു. സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ആദ്യമായി പടച്ച തമ്പുരാനുള്ള നന്ദി അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ മെമ്പർമാരെയും ഒഫീഷ്യലി വെൽക്കം ചെയ്യുക, സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അത്യുന്നതമായ കർത്തവ്യം. നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു 10-15 മിനിറ്റിൽ കവിയാതെ നമ്മുടെ പ്രിയപ്പെട്ട സജ്ജാദ് ബിൻ അബ്ദുറസാഖ് നമ്മോട് സംസാരിക്കും. ഒരു ഇഫ്താർ സംഗമം ഇന്നിവിടെ നമ്മൾ കൂടുകയാണ്. അതിൻ്റെ പ്രാധാന്യമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സമയക്കുറവ് ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ചുരുക്കുകയാണ്. നമ്മൾ ഈ നോമ്പിൻ്റെ ഇഫ്താറിൻ്റെ അതിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. നോമ്പിനോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ചാരിറ്റി, അതുപോലെ പ്രത്യേകിച്ച് മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലിലെ മെമ്പർമാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒത്തുകൂടിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രാത്രിയിലുള്ള നമ്മുടെ പ്രാവി നമസ്കാരപ്പെടുന്നുണ്ട്. ഇൻസ്പെക്ടർമാരെയൊക്കെ വെച്ച് ഒത്തിരി ത്യാഗം സഹിച്ച് സമയത്തെടുത്തുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. നേരത്തെ പരിചയപ്പെട്ട ഒരാൾ എന്നെക്കാളും പ്രായമുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ചെറുപ്പമായിട്ട് തോന്നി. മോർണിംഗ് സ്റ്റാറിൽ പങ്കെടുക്കാത്തവരും അതിൽ കൂടി പങ്കെടുത്ത് നിങ്ങളുടെ ആരോഗ്യമൊക്കെ ചെറുപ്പമായിട്ട് സൂക്ഷിക്കുക. എൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഏതായാലും ഒരു വേദിയിൽ വരാൻ ഇപ്പോൾ അവിചാരിതമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഞാനിവിടെ തന്നെയുണ്ട്, താഴെപ്പാലം പള്ളിയിലാണ്. നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ ശീതീകരിച്ച നമ്മുടെ റൂമിൽ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് കരുതുക. ഞാൻ സ്വപ്നത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്നൊരു സമയത്ത് നമ്മൾ ഉറക്കിൽ നിന്ന് കണ്ണു തുറന്ന് എണീക്കുന്നു. എണീറ്റ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആഡംബര സൗകര്യങ്ങളുള്ള ഒരു ബോയിങ് വിമാനത്തിൽ നമ്മളെല്ലാം യാത്ര ചെയ്യുകയാണ്. ആ ബോയിങ് വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എയറോസ്റ്റസ് നമ്മുടെ അടുക്കലേക്ക് വളരെ വിഭവസമൃദ്ധമായ, നല്ല എക്സ്പെൻസീവായ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് തരുന്നു. നമ്മുടെ മുമ്പിൽ നമുക്ക് അനുവദിച്ച ആ ഭക്ഷണം വെച്ച് തരുമ്പോൾ അത് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നമ്മൾ ഉണ്ടാവുക. ഒരുപക്ഷെ നമ്മളത് കഴിക്കുമെങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം ചിതറിക്കിടക്കുകയാണ്, വേറെ എവിടേക്കെയോ ആണ്. ആ ഭക്ഷണം, രുചികരമായ ആ ഭക്ഷണം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിക്കിടന്ന, എൻ്റെ റൂമിൽ ഉറങ്ങിക്കിടന്ന ഞാൻ എങ്ങനെ ഈ വിമാനത്തിൽ എത്തിപ്പെട്ടു? ഈ ഒരു വിമാനത്തിൽ കയറി ഞാൻ എവിടേക്കാണ് പോകുന്നത്? എൻ്റെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ആരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമായ രൂപത്തിൽ ലഭിക്കാതെ ഒരിക്കലും നമുക്ക് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിച്ച് കഴിക്കാൻ കഴിയില്ല. ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായ ഇത്തരം ചോദ്യങ്ങൾ, ഞാൻ ആരാണ്,
എന്നാണ് ഞാൻ വന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശപ്പിന്റെയും ദാഹത്തിന്റെയും കുറിച്ചുകൊള്ളുന്ന ഈ നല്ലൊരു മെസ്സേജ് നോക്ക്. ഈ പണ്ട് ഒരു മതസ്ഥർ ഏറ്റെടുത്തെങ്കിൽ ഇന്ന് നാനാജാതി മതസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നു. ആ ഒരു നല്ല മെസ്സേജ് ലോകത്തെ ജനത്തിന് മുഴുവൻ എത്തിച്ചുകൊണ്ട് ഈ വ്രതാനുഷ്ഠാനം എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിൽ ഒരു കുടുംബം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെയധികം കുത്തി പറഞ്ഞ മിസ്റ്റർ അൻവർ സാദത്ത് പള്ളിയത്ത് സെക്രട്ടറി മോർണിംഗ് സ്റ്റാർ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തരായിട്ട് പറയാനുള്ള സമയം വഹിക്കുന്നു. പ്രിയപ്പെട്ട ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, മുന്നോട്ട് ഈ സന്ധ്യാസമയത്ത് ഇത്രയും ആളുകൾ വളരെ ശുഭകരമായ കാര്യത്തിന് ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. കൊടുക്കാവുന്ന ഒരു സമയം കൂടിയാണ്. രാജ്യം അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കേണ്ട സമയമാണ്. യഥാർത്ഥത്തിൽ ബഹുസ്വരതയുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൻ്റെ ഭാവി നമ്മൾ ഓരോരുത്തരിലുമാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന ഈ ഇഫ്താർ വിരുന്നുകൾ, ഇതുപോലെയുള്ള സാംസ്കാരിക കൂട്ടായ്മയിൽ നമുക്കിവിടെ അച്ഛനുണ്ട്, സിസ്റ്ററുണ്ട്, വിവിധ മതജാതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്ത്യയെ പറയുന്നത്. അതിനാണ് ഇന്ത്യ. ആ ഇന്ത്യയെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ആ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിലാണ് അതാദ്യമായിട്ട് ആ പണി ആരംഭിക്കേണ്ടത്. മനസ്സും ഹൃദയവും ആത്മാവും ഒക്കെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഒരു നല്ല തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആദ്യം തന്നെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ആയുരാരോഗ്യങ്ങളും എല്ലാം നേരുന്നു. നല്ല നല്ല പ്രാർത്ഥനയുടെ സമയമാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ക്രിസ്തു നമുക്കറിയാം, ലോകത്ത് പലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഇത്തരത്തിലുള്ള നീക്കികളൊക്കെ നടത്തുമ്പോൾ അവർക്ക് ഇതൊന്നും കഴിയില്ല. നല്ല രീതിയിൽ നോമ്പ് തുറക്കാൻ പോലും നമുക്ക് കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.